പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെ ആക്രമിച്ച സാഹചര്യം വിശദീകരിച്ചു. മേഖലയിൽ സമാധാനം പുലരണമെന്ന് ഭാരതം ആവശ്യപ്പെട്ടതായി എക്സ് പോസ്റ്റിലൂടെ നരേന്ദ്രമോദി അറിയിച്ചു. അതേസമയം UN സുരക്ഷാ സമിതി ഇന്ന് യോഗം ചേരും. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഒപ്പം UN സുരക്ഷാ കൗൺസിലും യോഗം ചേരാൻ പോവുകയാണ്. വലിയ യുദ്ധഭീതിയിൽ ലോകം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ പുറത്തുവരുന്നത്. വിവരങ്ങൾ തീർച്ചയായും നീലിമ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ സംസാരിച്ചുവെന്ന് പ്രധാനമന്ത്രി തന്നെ ഹെക്സിൽ കുറിക്കുകയായിരുന്നു. അതിൽ വളരെ കൃത്യമായി പറയുന്നത് പ്രദേശത്ത്, അതായത് പശ്ചിമേഷ്യയിലെല്ലാം തന്നെ, ആ മേഖലയിലെല്ലാം തന്നെ സമാധാനം പുലരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം, അതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകണമെന്നൊരു നിർദ്ദേശമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിലുണ്ടായത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇറാനെ ആക്രമിച്ചത് എന്ന് വളരെ കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബോധിപ്പിച്ചു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ കൃത്യമായി വിശദീകരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയോട് പറഞ്ഞത് ആണവ സമ്പുഷ്ടീകരണം നടത്തി തങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ ഒരു പരിധിവരെ ആക്രമിക്കുകയും താങ്കളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യാവുന്ന ഒരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. നേരത്തെ നമ്മൾ വിശദീകരിച്ചതിലൊക്കെ കണ്ടു, 9ഓളം ആറ്റം ബോംബുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇറാൻ എന്ന്. അതല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിക്കാനുള്ള സാധ്യതയിലേക്ക് നിൽക്കുന്നുവെന്ന ഒരു റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നതായും വളരെ കൃത്യമായി പ്രധാനമന്ത്രിയെ ബോധിപ്പിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയോട് സംസാരിച്ചതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപുമായും അദ്ദേഹം ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സമാന കാര്യങ്ങൾ, അതായത് എന്തുകൊണ്ടാണോ ഈ നീക്കങ്ങൾ നടത്തേണ്ടി വന്നത് എന്ന് കൃത്യമായി ബോധിപ്പിക്കുകയും അക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ട് ലോക നേതാക്കളെയും വിളിച്ച് മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, അല്പസമയങ്ങൾക്ക് മൂന്നോ നാലോ മണിക്കൂറുകൾക്കകം UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു പ്രത്യേക യോഗം ചേരാനിരിക്കുകയാണ്. ഇറാൻ ഇടപെട്ടാണ് ഈ യോഗം ചേരണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചത്. ഇറാൻ ഇടപെട്ടതിൻ്റെ അടിസ്ഥാന കാര്യമെന്ന് പറയുന്നത് ഇറാനെതിരെ നടന്ന ഇസ്രായേലിൻ്റെ ആക്രമണം സംബന്ധിച്ചുള്ള വിഷയം തന്നെയാണ്. ഈ വിഷയത്തിൽ തുടർ നടപടികൾ, ഏത് രീതിയിലുള്ള നീക്കങ്ങളാണ് ഉണ്ടാകേണ്ടതെന്ന് ഇറാൻ്റെ നിലപാടെന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നൊരാവശ്യമാണ്. എന്നാൽ ഇറാൻ സമീപിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി എന്തുകൊണ്ട് ഇറാൻ ഈ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നു എന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. യുണൈറ്റഡ് നേഷൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ, ഇക്കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ ആണവ സാമഗ്രികൾ ചൊരുക്കൂട്ടുന്നതിനുള്ള നീക്കങ്ങൾ കൃത്യമായി ഇറാൻ നടത്തുന്നുവെന്ന് ആറ്റോമിക് എനർജി ഏജൻസി അറിയിക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരുന്നത് എന്നതും ഏറെ പ്രസക്തമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് UN സെക്യൂരിറ്റി കൗൺസിൽ നിർദ്ദേശിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ ആണവ സമ്പുഷ്ടീകരണം നടത്താനുള്ളൊരു നീക്കം നടത്തുകയും അതിർത്തി രാജ്യങ്ങൾക്ക് വെല്ലുവിളി ഉണ്ടാക്കുകയും ചെയ്തു എന്ന ഒരു വസ്തുത ഇറാനെതിരെ നിലനിൽക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇറാൻ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിനെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. തീർച്ചയായും ഏത് രീതിയിലുള്ളൊരു തീരുമാനമാണ് സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടാവുക എന്നത് നാളെ രാവിലെയോടെ നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യും. എന്ന് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് പല രീതികളിലും അന്താരാഷ്ട്ര ഫോറങ്ങളിലേക്കും എത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായൊരു ഘടകം അമേരിക്കയുമായുള്ള ആണവ സംബന്ധിയായ ആണവ വിഷയങ്ങളിൽ അമേരിക്കയുമായി നടക്കുന്ന ചർച്ചകൾ, 6ാമത്തെ തവണ ചർച്ച നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്റ്റീവ് വിറ്റ്കോഫുമായുള്ള ചർച്ചകൾ ചർച്ചകളിലേക്ക് നീങ്ങുന്നതിൽ നിന്നും ഇറാൻ പിന്മാറിയെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ, ഐസൻ, ഈ ഘട്ടത്തിലാണ് ഭാരതത്തിന്റെ നിലപാട് മുറുകെ പിടിക്കേണ്ടത്. ഭാരതം അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും ഭാരതം മുന്നോട്ട് വെച്ച കാര്യമെന്ന് പറയുന്നത് സമാധാനം പുലരണം. ഈ റീജിയണിൽ, ഈ മേഖലയിൽ സമാധാനം നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. അതിനാണ് ഭാരതം മുൻഗണന നൽകുന്നത് എന്ന വളരെ കൃത്യമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിരിക്കുന്നത്. അതല്ലേ ഭാരതത്തിൻ്റെ നിലപാട്? ഭാരതത്തിൻ്റെ നിലപാട് ഏത് യുദ്ധ സാഹചര്യത്തിലും ഏത് സംഘർഷ സാഹചര്യത്തിലും സമാധാനം പുലരണമെന്ന നിലപാടാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിച്ച വേളയിലും സമാന രീതിയിൽ തന്നെ റഷ്യയും യുക്രൈനും ഒരേ അടുത്തടുത്ത ദിവസങ്ങളിൽ സന്ദർശിക്കുകയും അടുത്തടുത്ത ദിവസങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷം രണ്ട് രാജ്യങ്ങളിലെ നേതാക്കളോടും പറഞ്ഞത്, ശ്രീബുദ്ധൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് തന്നെ സമാധാനത്തിൻ്റെയും അഹിംസയുടെയും പാതയാണ് ഭാരതത്തിൻ്റെ പാത എന്ന് കൃത്യമായ ഒരു നിലപാട്, അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധത്തിനെതിരെ ശ്രീബുദ്ധ സന്ദേശം ഉയർത്തുന്ന, അഹിംസയുടെ സന്ദേശം ഉയർത്തുന്ന
പുലർത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന രാജ്യവും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമാണ് നരേന്ദ്രമോദി. സ്വാഭാവികമായും അത്തരത്തിലൊരു നിലപാട്, അതായത് സമാധാനം പുലരേണ്ടത് അനിവാര്യമാണ്. അത് കേവലം മനുഷ്യജീവനുകൾ കേവലം വാണിജ്യ താല്പര്യങ്ങൾക്കപ്പുറം മനുഷ്യജീവനുകൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും മനുഷ്യജീവനുകൾ സുരക്ഷിതമായി നിലനിർത്തുകയും ചെയ്യണം. അതിൻ്റെ ഭാഗമായി അഹിംസ എന്ന ആശയത്തിലൂന്നി വേണം നീക്കങ്ങൾ നടത്തേണ്ടത് എന്ന കൃത്യമായൊരു നിലപാടാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഭാരതത്തിൻ്റെ അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധത്തോടുള്ള നിലപാട് തന്നെ അതാണ്. നീലിമ, അതാണ് ഭാരതം മുറുകെ പിടിക്കുന്ന നിലപാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് ബെഞ്ചമിൻ നെതന്യാഹു സാഹചര്യങ്ങൾ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി.